എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ, എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്ന് കട്ടെന്ന് ചോദിച്ചാ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെ പറ്റി പറയരുത് എന്ന് പറയല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇനി ആ മുന്നണിക്കകത്ത് ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ കോഴിക്കോട്ട് അങ്ങാടിയിലെയും പരിസര പ്രദേശത്തെയും സാധാരണ സഖാവിന്റെ മനസ്സാലോചിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ആ ഡയലോഗിൽ അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടി പ്രവർത്തകർ ഒന്ന് ആലോചിക്കട്ടെ. PM ശ്രീ പദ്ധതി BJPയുടേതാണ്, RSSന്റേതാണെന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന്റെ ശേഷം CPIയുടെ യുവജന സംഘടന SFIയുടെ നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? നിങ്ങളിനി സമരങ്ങളിൽ മുണ്ടൊടുക്കരുത്. സമരങ്ങളിൽ മുണ്ടൊടുത്താൽ എന്താ? സമരങ്ങളിൽ മുണ്ടൊടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും. നിങ്ങൾ മടക്കി കുത്തിയാൽ, SFI സമരങ്ങളിൽ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവി കളസം പുറത്തു കാണുമെന്ന് CPIയുടെ യുവജന സംഘടന AYF SFI ഉപദേശിക്കുക. അവര് തിരിച്ചു പറയുന്നുണ്ട് മുനീർക്ക, AYF എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല, അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷനാണ് എന്നുള്ളത് അവര് പരസ്പരവും പറയുന്നുണ്ട്. അപ്പോ അവരുടെ ഭരണ നേതൃത്വം ഭരണത്തിന്റെ തുടർച്ചയിൽ അടുത്തത് ആരോടാണെന്നുള്ളതാണ്, ജനങ്ങളോടല്ല. അവരടുത്തത് ആരോടാ? അവര് രാജ്യത്തിന്റെ RSS നേതൃത്വത്തോടാണ് അടുത്തത്. കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്തു കൊടുക്കാൻ. കേരളത്തിൽ BJP ഭരണമില്ലാത്തതിൽ BJPക്ക് വലിയ പ്രയാസവും ഇല്ല. പഴയ ആവേശത്തിൽ കേരളത്തിൽ BJP ഭരണത്തെപ്പറ്റി പറയുന്ന പോലുമില്ല. എന്തിനധികം പറയുന്നു, ശബരിമല ഇഷ്യൂവിൽ പോലും ഉള്ളിൽ തട്ടിയ ഒരു സമരത്തിന് BJP തയ്യാറുമല്ല. അവർക്ക് സുവർണാവസരം മാത്രമായി ഇത്തരം വിഷയങ്ങളെ കാണുന്നവരായിട്ട് പോലും അവര് രംഗത്തിറങ്ങുന്നില്ല. ഈ രംഗത്തിറങ്ങിയതിന്റെ ക്ഷീണം കൂടെ CPMന് ഉണ്ടാവരുതെന്നുള്ള BJPയുടെ കൺസേൺ അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സമയം. ഒന്ന് മാത്രമല്ല, കോഴിക്കോടിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ട സമയം. ഒന്ന് മാത്രമല്ല, കോഴിക്കോടിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ട സമയം. ഞാൻ ഇന്ന് എനിക്ക് കോഴിക്കോട്ട് അങ്ങാടിയിൽ വലിയ പരിചയമുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഈ അടുത്ത കാലത്തേക്ക് ഇങ്ങോട്ട് വളരെ തൊട്ടടുത്ത കാലത്തേക്ക് ഇവിടെ കൂടിയവരിൽ ഏറ്റവും ചെറിയ പരിചയം ഒരുപക്ഷെ എനിക്കായിരിക്കും. ഇന്നൊരു കോഴിക്കോട്ടുകാരനെ താമസിക്കുന്ന വീടിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോ അയാൾ എന്നെ ഒരു പെരുമ്പാവൂർക്കാരനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരു വർഷത്തിന് ജോലിക്ക് വന്ന ഒരാളാണ്, 15 കൊല്ലമായിട്ട് ഇവിടുന്ന് പോവാൻ ആഗ്രഹിക്കുന്നില്ല. കോഴിക്കോട് ജനങ്ങളുടെ മനസ്സിൽ കോഴിക്കോടിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരിടമുണ്ട്. ആ ഇടത്തെ അടുത്ത തലമുറകൾക്ക് ഇവിടെ വസിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഒരുക്കാനുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഗുരുതരമായ പാളിച്ചകൾ പറ്റിയതുകൊണ്ട് യുവത ഇവിടം വിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കോഴിക്കോടിന്റെ ആ സ്വാഭാവികതയെ, ആ നൈസർഗികമായ സ്നേഹത്തെ, നല്ല ഭക്ഷണത്തെ, നല്ല ആതിഥേയ മര്യാദകളെ നാളുകളിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന ഒരുപാട് മനോഹരമായ സാഹിത്യ, സാംസ്കാരിക, സിനിമാ മേഖലയിലെ ഇടപെടലുകളെ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഷയെ, അതിനെ മനോഹരമാക്കുന്ന ആ കൂട്ടായ്മകളെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ജനറേഷൻ, ഞാൻ കോഴിക്കോട് ജനിച്ചവനാണ്, വളർന്നവരാണ്, വളരാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ്, ഇവിടെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് നാടിന് തിരിച്ചു നൽകുന്നവരാണ്. ഫ്യൂച്ചറിസ്റ്റിക്കായി കോഴിക്കോടിന്റെ നാളെയിലേക്ക് നയിക്കാനുള്ള വിഷൻ, അതാ ഞാൻ പറഞ്ഞു, ഭരിക്കുന്നവർക്ക് അവനവൻ നന്നാവനും അവനവന്റെ പാർട്ടി നന്നാവനും ഒരു വിഷനാവുമ്പോ ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലെ? ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. യാസ്മക്കിലെ ഈ ടീം കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിന്റെ മുഴുവൻ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ കെൽപ്പും കരുത്തുമുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോഴിക്കോട്ട് അങ്ങാടിക്കാരോട് എല്ലാവരോടും